ബിഗ് ബോസിൽ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അക്ബറിന്റെ ബ്രദറും ബ്രദറിന്റെ വൈഫും കുട്ടിപ്പട്ടാളങ്ങളും ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അക്ബറിന്റെ വാപ്പയുമാണ്. നമസ്കാരം. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, അനിയന് വേണ്ടി ഞാൻ മാറിക്കൊടുത്തതല്ലേ ചേട്ടൻ? അങ്ങനല്ല. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുത്തിത്തിരിപ്പാണ്, ഇവൻ ശരിയല്ല. ശരിക്കും ഞാൻ കണ്ടത് വെച്ച് ആസ് എ പ്രേക്ഷകർ എന്ന നിലയിൽ ആകെ ജനുവനായിട്ട് അതിനകത്ത് നിൽക്കുന്ന അക്ബർ മാത്രമേ ഉള്ളൂ. അവനെ കുറിച്ച് അറിയുന്നവർക്കായിട്ട് അവനെ അറിയുള്ളൂ. അല്ലാത്തവരോട് നമ്മളിത് പറയുമ്പോ തെളിവുകളുണ്ട് ഇഷ്ടം പോലെ. അവനെ അറിയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത് ചിലപ്പോ നമ്മൾ പറയുമ്പോ ചിലപ്പോ അവർക്ക് ഓക്കെ മനസ്സിലാവും. ഒരുപാട് കരച്ചിൽ കാർഡ്, ഒരുപാട് ഫേക്ക് കാർഡ്, ഇതൊക്കെ ഇറക്കുന്നവർക്ക് ഭയങ്കര സപ്പോർട്ടും ജനുവനായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് സപ്പോർട്ട് ഇല്ലാതെയും നമ്മൾ കാണുന്നുണ്ട്. അതിലെന്തായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ തോന്നുന്നത്? പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നെവിൻ എനിക്ക് നല്ലൊരു ഗെയിമറായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ നെവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമർ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നല്ലൊരു ഗെയിമർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വിഷമത്തിലാക്കിയ ഒരു കൂട്ടുകെട്ടായിരുന്നു അപ്പാനി അക്ബറും അല്ലേ? വിഷമം ആയിരുന്നു ഇറങ്ങിയപ്പോ. അന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അവന്റെ വൈഫും ഉണ്ടായിരുന്നു ഞങ്ങളിട്ടത്. ആ എപ്പിസോഡ് ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായി കണ്ടിട്ട്. അക്ബറേ അക്ബറേ ഈ 16 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കും നാളെ കപ്പടിക്കാൻ പറ്റുമോ? ഞാൻ ഒരു പാവയും പിടിച്ച് ഞാൻ ഫുൾ ടൈം കരഞ്ഞാൽ എന്തായിരിക്കും? കപ്പ് കിട്ടുമോ? അവിടെ നല്ല ഒരു വ്യക്തി അതുപോലെ നല്ലൊരു ഗെയിമർ എന്ന രീതിക്കല്ല വോട്ട് പോകുന്നത്. മുമ്പേ ആ ഒരു ഇഷ്ടം എന്നുള്ള രീതിക്ക് ഒരുപാട് വോട്ട് അങ്ങനെ പോകുന്നു. എല്ലാവരുടെ മനസ്സിൽ ഇന്ന് അക്ബർ വില്ലനാ. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ആ ഒരു രീതിക്ക് പോകുന്നത്. പക്ഷെ അവനക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പുറത്തായാലും ഉള്ളിലായാലും വില്ലൻ തന്നെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ അവനൊക്കെ പറഞ്ഞിരുന്നു, ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഞാനാണ് ഈ സീസണിലെ വില്ലൻ എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ടേ അക്ബർ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടോ? പിന്നെ തീർച്ചയായും ഉപ്പ ഭയങ്കര ഹാപ്പിയാണ് അത് കേൾക്കുമ്പോ. ഭയങ്കര ഹാപ്പിയാണ് ഉപ്പ. ഏതൊരു ഇൻസിഡന്റിന്റെ ആയാലും അതിന്റെ ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അക്ബറിനോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുറമേലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഏതൊരു ഇൻസിഡൻസ് ആണെങ്കിലും അത് അക്ബറിന്റെ വിഷയമാണെങ്കിലും അവതരിപ്പിക്കാനേ അതില് അവനെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇതൂടെ പറ, എന്നക്കുവിന്റെ സ്വന്തം ചേട്ടൻ. എന്നക്കുവിന്റെ സ്വന്തം ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഫൺ വിത്ത് സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ബിഗ് ബോസിൽ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള അക്ബറിന്റെ ബ്രദറും ബ്രദറിന്റെ വൈഫും കുട്ടിപ്പട്ടാളങ്ങളും ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അക്ബറിന്റെ വാപ്പയുമാണ്. നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഒരു സന്തോഷം. നല്ല വിശേഷം. അപ്പൊ മൂത്ത മോൻ ഇവിടെ ഇരിക്കുന്നു, ഇളയവൻ ബിഗ് ബോസിൽ ഇരിക്കുന്നു. എന്നാ തോന്നുന്നു? വളരെ സന്തോഷം. അവൻ്റെ കഴിവിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിപ്പെട്ട്. അതെ, അത് വലിയൊരു കാര്യമല്ലേ? ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. കഴിവിൻ്റെ ഇത് അവന് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും അവൻ നല്ല ഇതാണ്. വളരെ സിമ്പിൾ ആണല്ലേ? ഓക്കെ ബ്രദർ, പേരെന്താ? ഫഹദ്. ഫഹദ്. അക്ബറുമായിട്ട് കൂട്ടിക്കാരൻ തല്ലുപിടിയിലായിരുന്നോ? അക്ബറായിട്ട് നോർമലി ഉണ്ടാവാറുള്ള പോലെ അടി, നോർമലി തമാശകളും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ കുട്ടിക്കാലത്തെ അനിയൻ എന്ന് പറയുന്ന അക്ബർ പാട്ട് ഒക്കെ പാടുമായിരുന്നോ? അതെ, അവൻ ചെറുതിലെ അവൻ പാട്ടൊക്കെ നന്നായി പാടുന്ന ഒരാളാണ്. അങ്ങനെ അവന്റെ കഴിവ് കണ്ടിട്ടാണ് അവനെ കൊണ്ടുപോയിട്ട് മ്യൂസിക് പഠിക്കാനൊക്കെ ചേർത്തതും. അപ്പൊ അതൊക്കെ ഉമ്മയിലും അവനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ അവ എത്തിച്ചേർന്നിട്ടുള്ളതൊക്കെ. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, അനിയന് വേണ്ടി ഞാൻ മാറിക്കൊടുത്തതല്ലേ ചേട്ടൻ? അങ്ങനല്ല, അങ്ങനത്തെ ഒരു ഇതില്ല. ആണോ പാപ്പ? ഇല്ല, അവനെ എന്ന് പറഞ്ഞാലേ അതല്ല. അക്ബർ ചെറുപ്പം പോലെ അവനെ പാടാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. 3-ാം ക്ലാസ്സിൽ അവന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനെ അവിടുത്തെ ടീച്ചർ ഇവന് ഫസ്റ്റും സെക്കൻഡും ആയിട്ട് എല്ലാ മത്സരത്തിൽ പോയാലും അവന് ഫസ്റ്റും സെക്കൻഡായിട്ട് കിട്ടും. അങ്ങനെ അവിടുത്തെ ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് ഞാൻമാരി എടുക്കാൻ വേണ്ടി പോകും വൈകിട്ട് 4 മണിക്കൊക്കെ. അപ്പോൾ ഇവനെ ഈ സംഗീതം പഠിപ്പിക്കണം, ഇവന് നല്ല കഴിവുണ്ട്,
ഞങ്ങൾ ഏത് മത്സരത്തിനും കൊണ്ടായാലും ഫസ്റ്റും സെക്കൻഡായിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ അത് ഞാൻ വന്ന് ഭാര്യയോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് തീരുമാനമെടുത്തു. അങ്ങനെ സംഗീതത്തിൽ കേച്ചേരിയിൽ കൊണ്ടുപോയി ചേർത്തു. അവിടുന്ന് പിന്നെ മദ്രസയിൽ നിന്ന് അവന് നല്ല രീതിയിൽ പാടാനൊക്കെ ഭാര്യ പറഞ്ഞു കൊടുക്കും. ഭാര്യ തന്നെ എല്ലാ വരികളും എഴുതി സ്വന്തമായിട്ട് എഴുതിയിട്ടൊക്കെ അങ്ങനെ പഠിപ്പിച്ചെടുത്തു. ബാക്കിയെല്ലാം ഭാര്യയുടെ കഴിവുകൊണ്ട് തന്നെയാണ് അവൻ ലെവലിലെത്തിയത്. അതിൽ ഞാൻ പുറകോട്ടാണ്. ബാക്കിയൊക്കെ എല്ലാ രീതിയിലും അവൾ സപ്പോർട്ടാണ്, ഭാര്യ സപ്പോർട്ടാണ്. എന്നാലും ബാപ്പയുടെ ഒരു കൈത്താങ്ങായിരുന്നു. അതുണ്ട്. അപ്പൊ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാപ്പയുടെ ഭാഗത്തുനിന്നാലും ഉമ്മയുടെ ഭാഗത്തുനിന്നാലും നമുക്ക് നല്ല സപ്പോർട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അക്ബറിന്റെ ബ്രദർ ബ്രോ 18ാമത്തെ വയസ്സ് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തു. അതെ, 18ാമത്തെ വയസ്സില് ഞാന് പ്രവാസം, അങ്ങനെ ഉപ്പ ഉണ്ടായിരുന്നു ഗൾഫില്. ഞാനുപ്പ ആ സമയത്ത് നമ്മള് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ വെറുതെ നാട്ടില് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞ് നടക്കണ്ടല്ലോ വെച്ചിട്ട് ഇപ്പൊ വിസ എടുത്ത് നമ്മളങ്ങനെ കൊണ്ടുപോയതാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് പ്രവാസ ജീവിതം? പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പ്രവാസി എന്നുള്ള ആ ഒരു ഫീലും നമുക്ക് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്. നമ്മള് ഇതുവരെ നമ്മളെ ഫ്രണ്ട്സ് ആയാലും നമ്മളെ സർക്കിളിലെ ചെക്കന്മാരൊക്കെ ആയിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ പോണത്. വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുവരെയൊക്കെ ഹാപ്പി ആയിട്ട് കുഴപ്പമൊന്നുമില്ല. എന്ത് പറയാനാ? അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോ. ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോ. കാരണം അവന്റെ എഫേർട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും അവൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിനും. ഞാനിപ്പോ വന്നിട്ട് ഒരു 6 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു 6 വർഷം കൊണ്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നൈറ്റൊക്കെ വരുമ്പോൾ അത്രയും ലേറ്റ് ആയിട്ട് വരിക, പിന്നെയും കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, വീണ്ടും അടുത്ത ഷോക്ക് പോവുക, അങ്ങനെ ഇഷ്ടം പോലെ. ഇപ്പൊ ഈ കിട്ടിയിട്ടുള്ള ഈ വലിയൊരു പ്ലാറ്റ്ഫോം അവൻ അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഈ കൂട്ടുകാർക്ക് ഇടയ്ക്ക് പറയുവോ ഞാൻ അക്ബറിന്റെ ചേട്ടനാടാ പറയുവോ? പിന്നെ ഞങ്ങൾ ഇന്നലെ കൂടി കടൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയപ്പോ എല്ലാവർക്കും അക്ബറിന്റെ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്ന ഭയങ്കര ഒരു അഭിമാനം, നമുക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നി നമുക്ക്. കാരണം വെച്ചാല് നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ പിള്ളേരൊക്കെ വന്നിട്ട് എടുക്കാൻ നമ്മള് പറയുന്നുണ്ട് ഞങ്ങളല്ല പണ്ടടിച്ചു പോണ പോലെ അതുണ്ടായത്. പക്ഷെ ഇങ്ങനെ സെലിബ്രിറ്റി ഫാമിലി ആയില്ലേ എന്ന് പറയുന്നത്. മൊത്തത്തിൽ സെലിബ്രിറ്റി ഒരു പട്ടാളച്ചിട്ടയായിരുന്നു വാപ്പ. അല്ല, വാപ്പാന്ന് വെച്ചാല് കുറച്ച് സ്ട്രിക്റ്റ്, കുറച്ച് നല്ല സ്ട്രിക്റ്റ് തന്നെയാണ് കാര്യങ്ങളൊക്കെ. വീട്ടിലായാലും നമ്മളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും ഉപ്പാക്ക് ഒരു സ്ട്രിക്റ്റ് ഉണ്ട്. കാരണം നമ്മളങ്ങനെയാണ് വാപ്പ ഇങ്ങനെ വളർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു സംശയം കേട്ടോ, വാപ്പയോട് തന്നെ അങ്ങ് ചോദിക്കുക. എൻ്റെ വീട്ടിലും പപ്പയുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ പപ്പയെ കണ്ടേക്കുന്നത് സന്തോഷം വന്നാൽ ഒത്തിരി സന്തോഷിക്കത്തുമില്ല, സങ്കടം വന്നാൽ ആ സങ്കടം അങ്ങനെ വെളിയിൽ കാണിക്കത്തുമില്ല. പക്ഷേ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ബ്രദർ ഹോസ്പിറ്റലായ സമയത്ത് ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞത് എൻ്റെ പപ്പയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പുറമേ കാണിക്കുന്നതാണോ, അതെന്താ ഇതിൻ്റെ റിയാലിറ്റി? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ അതിൽ കുറച്ച് അത് അങ്ങനൊരു സ്വഭാവം എനിക്കുണ്ട്. എന്നാൽ എല്ലാ കാര്യത്തിലും ഞാൻ പങ്കുകൊള്ളും. സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവും ചെയ്യും. ഒരു ഫാദർ അങ്ങനെ ആയിരിക്കണോ? അല്ല, അത് എല്ലാം വേണം, എന്നാൽ കൂടുതലാവാനും പാടില്ല. അതെ, ഞാൻ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്ന് ഞാൻ പറയില്ല. അതെ, എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എന്നാൽ മക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ ഇതുവരെ നമ്മൾ ഒരു കുറവ് വരുത്താറുണ്ട്. നമ്മളെല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ മക്കള് തിരിച്ചും പൊന്നു പോലെ നോക്കുന്നുണ്ട്. അല്ലേ, അത് ഏറ്റവും വലിയ ഭാഗ്യമാ. ഈ അക്ബറിന്റെ സ്റ്റേജ് ഷോ ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നാട്ടിലൊക്കെ പരിപാടി നടത്തുമ്പോ കണ്ടിട്ടുണ്ട്. ഒരു വട്ടമായിരിക്കും ഞാൻ പോയിട്ടുണ്ടാവുക. ഇവര് പിന്നെ ഗൾഫിലായ കാരണം എപ്പോഴും ഉണ്ടാവും അവിടെ. പിന്നെ ഇവിടെ പ്രോഗ്രാം ഉള്ള നാട്ടിലുള്ളപ്പോ അവൻ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവൻ വിളിക്കലുണ്ട്. നമുക്ക് പോവാം, വീട്ടിലുണ്ടെങ്കിൽ അവൻ വിളിക്കലുണ്ട്. ഇവര് തമ്മിലാണ് കൂടുതൽ. ആരോടും പറയില്ലേ മുപ്പരാള് എവിടെ പോണെന്ന് ചോദിച്ചാ ഞങ്ങള് ഇന്ന് പ്രോഗ്രാം ഉണ്ട്, ഞാൻ കൂടെ പോവാന്ന് പറയും. അല്ല, അത് അവൻ നമ്മള് ഫ്രീ ആണെങ്കിൽ അവനും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തിരക്കില്ലാണ്ട് പോണതൊക്കെ ആണെങ്കിൽ അവൻ പോവാൻ നമുക്ക് അങ്ങനെ വിളിച്ച് പോക്കിട്ട് നമ്മള് പരിപാടിക്ക് പോകുമ്പോഴൊക്കെ നമ്മള് കൂടെ പോകുന്നുണ്ട്. പിന്നെ ദുബായില് അവൻ ദുബായില് പ്രോഗ്രാമിലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്.
വന്നു കഴിഞ്ഞാലും ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് എനിക്കെന്ന് വെച്ചാൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുമ്പോൾ കുറച്ച് ടൈം ആവുമല്ലോ. അപ്പൊ അതുവരെ അവൻ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി കാത്തുനിന്ന് നമ്മൾ വന്ന് ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ആയിട്ട് ചിലപ്പോൾ ഫംഗ്ഷൻ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് തന്നെ നമ്മളായിട്ടാണ് പോവുക. ഒരു ഫാമിലി മാൻ ആണോ? ഫാമിലി മാൻ ഒക്കെ തന്നെയാണ്. ആണ്. പിന്നെ അവൻക്ക് അവന്റെ പ്രൊഫഷൻ നോക്കണമല്ലോ. അതെ. അപ്പൊ അതിലുണ്ടാവുന്ന കുറച്ച് തിരക്കുകളും തിരക്കുകളായിരിക്കും. ട്രാക്കിൽ നമ്മൾ കയറ്റി കൊടുത്തെങ്കിലും ബാക്കിയൊക്കെ അവന്റെ കഴിവുകൊണ്ടാണ് ഇതുവരെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരു അവന്റെ കഴിവുണ്ട്. ഒരു സ്ഥലത്ത് നമ്മള് ഒരു വഴിവെട്ടി കൊടുത്തു. അതെ, അതെ അതെ ബാക്കി നേടിയതും വെട്ടിയതും എല്ലാം ആശാൻ തന്നെ. അവൻ തന്നെ അവന്റെ ഓരോരോ എന്താ പറയാ ഓഡിഷൻസിന് പോകുന്നതും ആരും അറിഞ്ഞിട്ടല്ല, ആരോടും ഞാൻ അങ്ങനെ പോവാന്നൊന്നും പറയില്ല, അങ്ങനെ പോകുന്നതും അങ്ങനെ പോവും ഒക്കെ അവന്റെ ഒക്കെ. സ്വന്തം എഫേർട്ടാണ്. പക്ഷെ എല്ലാം അവന്റെ ഉമ്മ അറിഞ്ഞിരിക്കും. എവിടെ പോകണമെങ്കിലും അമ്മയും മോനും നല്ല അവര് നല്ല ബോണ്ടാണ്. ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അത് അറിയാം. ഇവരൊക്കെ ഗൾഫിലല്ലേ, അപ്പൊ ഉമ്മ അവൻ മാത്രായിട്ട്, ഇപ്പൊ പെങ്ങളാണെങ്കിൽ അവള് മാരേജ് കഴിഞ്ഞിട്ട് അവിടെയാണ്. അപ്പൊ ഉമ്മ അവന് മാത്രമുള്ള ഒരു ടൈമാണ്. അപ്പൊ അതിൽ കൂടുതൽ അവര് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് എല്ലാ കാര്യങ്ങളും ഉമ്മ എന്നുള്ള ഒരു ഇത് വരുന്നത് അതാണ് ഏറെ. ഈ അക്ബർ വീട്ടിൽ വരുന്ന സമയത്തെ ഭയങ്കര രസമാണോ? ആ തമാശ വരവ് വളരെ കുറവാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതുണ്ടാവും. ഇപ്പൊ ബിഗ് ബോസിൽ പ്രേക്ഷകർ എങ്ങനെയാണോ കാണുന്നത്, ഇങ്ങനെ എപ്പോഴും പാട്ടുപാടി ഒരുന്ന് ചളി പറഞ്ഞു എല്ലോ എല്ലാരും ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെ അത് അതുപോലെ തന്നെ വീട്ടിലും കൗണ്ടർ അടിച്ചിട്ടും മൂപ്പരേതായ കുറെ കൗണ്ടർ ഉണ്ട് മൂപ്പരെ, അതൊക്കെ അടിച്ചിട്ടും ഈ പറഞ്ഞ പോലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വീട്ടിലും ഉണ്ടാവുക. വെറുതെ ഇരിക്കുകയാണെങ്കിലും മൂപ്പര് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിയിട്ട്. നിങ്ങളെ പറ്റിയൊക്കെ പാരടി പാടുവോ? പാരഡി ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. നമ്മളിങ്ങനെ ചോദിക്കൂ ഇടോ ഇന്ന പാട്ട് പാടിത്തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ പറയും ഇപ്പൊ പറ്റൂല, ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയും, അങ്ങനെ പറയാറുണ്ട്. എന്നാ പക്ഷെ മൂപ്പരാളെ മൂഡിനനുസരിച്ച് മൂപ്പരാള് ചിലപ്പോ ബാത്റൂമിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് അങ്ങനെയൊക്കെ കേൾക്കാം. ഉമ്മാക്കൊക്കെ പാടി ഓരോ ഇതും പാടി അതിന്റെ തെറ്റും ശരിയൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭാര്യ തന്നെ പറഞ്ഞു കൊടുക്കും. പല ഇതിനും മത്സരത്തിനൊക്കെ പോകുമ്പോൾ അവൻ ഓരോ ഇതും നോട്ടും ഓരോ കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഭാര്യ പറഞ്ഞു കൊടുക്കും. അത് അവന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും എന്തെങ്കിലും അവൻ ഇറക്കുമ്പോ ആദ്യം ഉമ്മാനെ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. അതുണ്ട്, ഉമ്മാനെ കേൾപ്പിച്ചു കൊടുക്കും. അപ്പൊ ആ ഉമ്മ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാ, അത് എനിക്കൊരു ഇഷ്ടം ഉണ്ട്. അത് പുതിയതായിട്ട് എന്ത് ചെയ്യുമ്പോഴും ഉമ്മാനോട് പറയാറുണ്ട്. പാട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്ക് അറിയാം. എവിടെയൊക്കെ കുറവുണ്ട് കൂടുതലുണ്ട് അതൊക്കെ സംശയങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. ഇന്ന് ഒറ്റ സ്വരത്തിൽ നമുക്ക് എല്ലാവർക്കും പറയാം നമുക്ക് നമ്മുടെ അക്ബർ ഉണ്ടാ അക്കൂന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ വിളിക്കില്ല, ഞങ്ങൾ വീട്ടിലൊക്കെ അക്കൂന്നാണ് വിളിക്കല്. അക്കൂന്നാണ് ഞങ്ങള് വിളിക്കല് വീട്ടില്. വേറെ വല്ല പേരുണ്ടോ? ഇല്ലില്ല. എന്നാലും ചേട്ടനെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലുള്ളൂ. ഇവര് എപ്പോഴും അടിയാണോ ചേട്ടനും അനിയനും? എന്റെ കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നൊക്കെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലൂരിലും പിന്നെ ഒരുമിച്ചാണ് നമ്മൾ കിടന്നിരുന്നു ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ സെപ്പറേറ്റ് ആയല്ലോ. ഫസ്റ്റിലൊക്കെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ കിടക്കണ്ടാവും റൂമിൽ. ഇടയ്ക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷെ ആള് എന്താ പറയാ ഫ്രീ ഉള്ള സമയത്തൊക്കെ നമ്മള് ദുബായിലാകുമ്പോഴും വന്നു കഴിഞ്ഞാല് കൂടുതലും അവർക്ക് അക്കോമഡേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. റൂം നമ്മുടെ ഫ്രണ്ടിന്റെ റൂമുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും ഫ്രണ്ട്സ് നമ്മളെ ചക്കന്മാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ കൂടുതല്. അപ്പൊ അതും ഫ്രീ ഭയങ്കര ഇതാണ്. ഇല്ലെങ്കിൽ പ്രസൻസ് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു കുറവാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുത്തിത്തിരിപ്പാണ്, ഇവൻ ശരിയല്ല. ശരിക്കും ഞാൻ കണ്ടത് വെച്ച് ആസ് എ പ്രേക്ഷകർ എന്ന നിലയിൽ ആകെ ജെനുവനായിട്ട് അതിനകത്ത് നിൽക്കുന്ന അക്ബർ മാത്രമേ ഉള്ളൂ. ഈ അക്ബർ ആണോ ഇന്ന് വീട്ടിലും ഉള്ളത്? അതായത് അത് അവന്റെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാല് ഏത് കാര്യം വീട്ടിലാണെങ്കിലും തന്നെ ഉപ്പായാലും ഉമ്മ ആയാലും ഉക്കായാലും ആരായാലും എന്തേലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് അവൻക്കത് ഇഷ്ടമായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അതിലെങ്ങനെയാണോ പറയാറുള്ളത് അത് ശരിയായില്ല, അത് എത്ര ഉപ്പല്ലേ ഉപ്പാടല്ലേ എന്നുള്ളതിൽ അങ്ങനല്ല, അത് അവന് ഇഷ്ടമായില്ല അങ്ങനെയാണ് സ്ട്രൈറ്റ് ആണ് അവൻ. ഞാനതിൽ ഉപ്പയിലും അവനായിട്ട് ഉള്ള സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയല്ലെങ്കിൽ അവൻ അതിനെ കുറിച്ചിട്ട് വാദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് ശരിയല്ല എന്നുള്ള രീതിയിൽ അവന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. സംഭവം തെറ്റും എന്തായിക്കോട്ടെ, കാരണം അതായത് ശരിയല്ലെങ്കിൽ അവൻ അതിന്
ഒരു മാറ്റം ഉണ്ടാവില്ല. അത് ആരൊക്കെ ഉണ്ടെങ്കിലും പറയും, അത് ആരുണ്ടെങ്കിലും പറയും, അതിൽ യാതൊരു മാറ്റമില്ല. അവന്റെ ഞങ്ങളുടെ ഫാമിലിയിലും ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലും അവന്റെ ഇപ്പൊ കാണിക്കുന്നതൊക്കെ അവന്റെ ഒറിജിനാലിറ്റിയാണ്. അതിലൊരു ഒരു അഭിനയം ഒന്നുമല്ല, മായൊന്നുമില്ല. അതിലൊക്കെ അവന്റെ ഒരു ഇതില്ല, അവനക്ക് വാക്കൊന്ന് അങ്ങനത്തെ ഒരു രീതിയാണ്. വേറെ ഇതില്ല. കാരണം അതിലൊക്കെ അവൻ ഭയങ്കര ഇതാണ്. അവനക്ക് വേറെ ഒരു മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവോ ചിന്തിക്കോ, മറ്റുള്ളവർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കോ എന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരായാലും ശരി. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും വല്ല ക്യാഷാണെങ്കിലും സ്നേഹിതന്മാർക്കോ അവരുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും ഒന്നും നോക്കാണ്ട് ഹെൽപ്പ് ചെയ്യണ ഒരു സ്വഭാവം ഉണ്ടാകും. അവനെ കുറിച്ച് ഇതിപ്പോ അവനെ കുറിച്ച് അറിയുന്നവർക്കായിട്ട് അവനെ അറിയുള്ളൂ. അല്ലാത്തവരോട് നമ്മളിത് പറയുമ്പോ തെളിവുകളുണ്ട് ഇഷ്ടം പോലെ. അവനെ അറിയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത് ചിലപ്പോ നമ്മൾ പറയുമ്പോ ചിലപ്പോ അവർക്ക് ഓക്കെ മനസ്സിലാവും, വന്നിരുന്ന് എല്ലാം കൂടി ഇരുന്ന് തള്ളുവാ. പക്ഷെ അതിലവര് പറയുന്നുണ്ടല്ലോ അക്ബർ എവിടെ ഉണ്ട്, എല്ലാരും അവിടെ വന്നിരുന്ന ഒരു ഇത്. പക്ഷെ അവന് എവിടെയുള്ളത് അവിടെ ആള് വന്നിരിക്കുന്നത് അവൻ ഇങ്ങനെ കൗണ്ടർ അടിക്കും, അവൻ പാട്ട് പാടും, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ കാണുന്ന ആൾക്കാര് അതുപോലെ തന്നെ കാണുന്ന ഓഡിയൻസും അത് വേറൊരു ഗ്യാങ് ആണെന്നും അതൊരു എന്താ പറയാ ഒരു നെഗറ്റീവാണ് പബ്ലിസിറ്റി അങ്ങ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്ന നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വീട്ടിലായാലും ഇപ്പോൾ അവൻ കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന എല്ലാവരും അവനടുത്തിരിക്കും. കാരണം അവന്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ ഞങ്ങൾ എല്ലാവരും ഇരിക്കും. അതായത് ആൾക്കൂട്ടം ഉള്ളിടത്തല്ല അക്ബർ ഉള്ളത്, അക്ബർ ഉള്ളിടത്ത് ആൾക്കൂട്ടുണ്ട് അല്ലേ? ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് എടുത്ത് നോക്കിയാലും എല്ലാവരും പറയുന്നുണ്ട് PR ആണ്, അക്ബറിന് അറിയാവുന്ന ആൾക്കാർ ഏഷ്യാനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഔട്ടായി ഇറങ്ങുന്ന ഓരോ കണ്ടസ്റ്റന്റുകളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അക്ബറാണ് പറയുന്നത്. അവരൊരു കുടുംബമകത്ത് ഇറങ്ങുമ്പോ അവർക്ക് എത്ര പേരുടെ പേര് പറയാം? ഇന്നലെ തന്നെ സാവുമാരി പറഞ്ഞത് ഞാനൊക്കെ ചോദിച്ചു, കപ്പടിക്കാൻ ആരാ മോനെ സാധ്യത? കാരണം അത് നമ്മള് ശരിക്ക് ഇതായിട്ടാ. കാരണം വെച്ചാല് ഒരിക്കലും അതായത് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ അക്ബറിനെ കുറെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവന് അവന്റേതായ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അവൻ നിൽക്കുന്നത്. കേറിയ ദിവസം മുതൽ ഇന്ന് വരുന്ന അക്ബർ സ്വഭാവത്തിന് മാറ്റമില്ല, അവൻ അവന്റെ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് എടുക്കുന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ എടുക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് സാബുമോൻ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അതും സാബുമോന്റെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ആ ഒരു സാബുമോന്റെ വായിന്ന് അങ്ങനെ കേൾക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വിഷമത്തിലാക്കിയ ഒരു കൂട്ടുകെട്ടായിരുന്നു അപ്പാനി അക്ബറും അല്ലേ? വിഷമമായിരുന്നു ഇറങ്ങിയപ്പോ. അത് ഞങ്ങൾ എല്ലാരും ഉണ്ട്. അവന്റെ വൈഫും ഉണ്ടായിരുന്നു ഞങ്ങളായിട്ട് ആ എപ്പിസോഡ് ഞങ്ങൾ കാണുമ്പോൾ. എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായി കണ്ടിട്ട്. ശരിക്കും അവൻ ശരിക്കും അതിൽ ഒറ്റപ്പെട്ട പോലായി. അവർക്ക് സംസാരിക്കാനോ ഒന്നും കിട്ടുന്നില്ല, യാത്ര പറയാനും ഒരു ചാൻസ് ഇല്ല. അങ്ങനെ ആയപ്പോ ഭയങ്കരമായിട്ട് വിഷമമായി അതെല്ലാവർക്കും. നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഈ 100 ദിവസം നിന്നിട്ട് വരുമ്പോ ചിലപ്പോ ഞങ്ങൾക്ക് ചിലപ്പോ തിരിച്ചറിയാൻ പറ്റൂല, അത്രയധികം നീ സ്ലിം ഔട്ടാന്ന് പറഞ്ഞേ. അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. വന്നിട്ട് വേണം ഒരു പിടി പിടിക്കാനല്ലേ? അത് വിചാരിച്ചിരിക്കുന്നുണ്ടാവും ഇവിടെ. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തുവാ? ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാ ഫുഡും അവൻ കഴിക്കും. പിന്നെ മെയിനായിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാല് മെയിനായിട്ട് അവൻ ചോദിക്കുക മന്തി, റൈസാണ് മന്തി. വീട്ടിലാണെങ്കിൽ അവന് കൂടുതൽ മീറ്റ് ഇഷ്ടമാണ് നന്നായിട്ട്. എന്ന് വെച്ചാൽ ചിക്കൻ, ബീഫ്, അതൊക്കെ ഇഷ്ടം. എന്ന് വെച്ചാൽ ഇത് കഴിക്കുമ്പോ ബോഡി ഹീറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ എനിക്ക് പാടാൻ നല്ലതാന്ന് പറയാം എപ്പോഴും. ചിക്കൻ കഴിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷൻ എന്തെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ചെക്കന്മാര് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഉമ്മാനെ വിളിച്ചിട്ട് പറയൂലേ, ഉമ്മ രാത്രിയാണെങ്കിലും ഉമ്മാനെ വിളിച്ചിട്ട് പറയുമ്പോ മന്തി ഉണ്ടാക്കി വെക്ക്, ഞങ്ങള് വരുന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എനിക്കെന്നാ മന്തി വെച്ചിരുന്നു നിങ്ങള്? തീർച്ചയായും ഉടനെ തന്നെ. സ്കൂളിലെ കൂട്ടിത്താരമാണെന്ന് കേട്ടല്ലോ. സ്കൂളൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കോ കൂട്ടുകാരൊക്കെ? എന്തൊക്കെയാ ചോദിക്കുന്നേ? മാമെന്നാ വരിക, പിന്നെ കൊറേ അങ്ങനെ എന്തൊക്കെയാ? മാമ കപ്പ് എടുക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. കപ്പെടുക്കണെങ്കിൽ എടുക്കട്ടെ എന്ന് പറയും. കൂട്ടുകാരൊക്കെ ചോദിക്കുവോ? അപ്പൊ എന്തുവാ പറയുന്നേ? ആര് ബിഗ് ബോസിൽ പോയത്? മാമ. അതുപോലെ തന്നെ ഇപ്പം
ബിഗ് ബോസ് നമ്മൾ ഈ സീസൺ നോക്കുന്ന സമയത്ത് ഒരുപാട് കരച്ചിൽ കാർഡ്, ഒരുപാട് ഫേക്ക് കാർഡ്, ഇതൊക്കെ ഇറക്കുന്നവർക്ക് ഭയങ്കര സപ്പോർട്ടും ജെനുവിനായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് സപ്പോർട്ട് ഇല്ലാതെയും നമ്മൾ കാണുന്നുണ്ട്. അതിലെന്തായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന നിലയിൽ തോന്നുന്നത്? അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോൾ അനുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരാൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ അനുവിന്റെ കാര്യം ഒരുപാട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾ തന്നെയാണ് അനു. പിന്നെ മെയിനായിട്ട് അവൾ ചെയ്തിരുന്ന ഷോ ഉണ്ട്, സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഷോ. അതിൽ അവൾ എല്ലാ തരം ക്യാരക്ടേഴ്സും ചെയ്തിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു മായാത്തൊരു പിക്ചർ ഉണ്ട് അവളുടെ. അപ്പൊ ആ ഒരു അത് മാത്രമാണ് കുറേ പേര് ആൾക്കാർ കാണുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഒരുപാട് വോട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആസ് എ വ്യൂവർ ഞാൻ പറയാന്ന് വെച്ചാൽ അത് തോന്നിയിട്ടില്ല. എനിക്ക് എന്താന്ന് വെച്ചാൽ അതിൽ കാണുമ്പോൾ നല്ലൊരു ഗെയിമർ എപ്പോഴും ഇങ്ങനെ ഓരോരോ കാർഡ് ഇറക്കി കളിക്കാന്നൊന്നും പറയാൻ എനിക്കറിയില്ല അത്രയായിട്ട്. പക്ഷെ നന്നായി കളിക്കുന്ന ആരെന്ന് വെച്ചാൽ അക്ബർ നന്നായി കളിക്കുന്ന ആളാണ്. പക്ഷെ അതിന്റെ അനിയനായോണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് പറയാം. അവനായിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ അതും പറയാറുണ്ട്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെവിൻ എനിക്ക് നല്ലൊരു ഗെയിമറായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമർ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നല്ലൊരു ഗെയിമർ ഇഷ്ടപ്പെടുന്നുണ്ട്, തമാശക്ക് തമാശ പറയുന്നുണ്ട്, പറയേണ്ടത് ആൾക്കാരോട് പറയുന്നു. പക്ഷെ അത് അവന്റേതായ ഒരു ടോൺ ഉണ്ട്, ടോണുണ്ട്. ഹേർട്ട് ചെയ്യില്ല ഒരിക്കലും. ഹേർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി നെവിൻ ഒരു ഫേക്ക് ഗെയിം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. നെവിൻ നെവിനായിട്ട് നിൽക്കുന്നല്ലേ? പക്ഷെ അവൻ തന്നെ അതിൽ പറയുന്നുണ്ട് എന്നെ വിശ്വസിക്കണ്ട. പക്ഷെ അത് അക്ബറിന് ഇഷ്ടമാണ്, അത് അവനക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിക്ക് അവനെ എന്താ പറയാ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു റിലേഷൻ അവർ രണ്ടാളും തമ്മിലുള്ള. ഇപ്പം അക്ബറിനെ ഇഷ്ടപ്പെടാനും അല്ലെ അക്ബറിന് നെവിൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ മനസ്സിലാക്കിയത്? അത് ചിലപ്പോ അവര് തമ്മിൽ ആദ്യം ഇച്ചിരി ക്ലാഷ് വന്നിട്ടുണ്ട്, ചെറിയൊരു നെഗറ്റീവ് അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ ആൾക്കാർ എവിക്റ്റായി പോയി തുടങ്ങിയപ്പോ അവരുടെ ഒരു ബോണ്ട്, അവർ പരസ്പരം അങ്ങോട്ട് കൂടുതൽ സംസാരിക്കല് തുടങ്ങി. അപ്പൊ അവരുടെ ആ ഒരു ബോണ്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അത് കാണാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ടോം ആൻഡ് ജെറി ഫീൽ ഉണ്ട്. അക്ബർ കൂടാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരാ? അക്ബർ കൂടാതെ അതില് ഇഷ്ടപ്പെട്ട ഒരാളെന്ന് വെച്ചാല് ഒന്ന് നെവിൻ. പിന്നെ അതില് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളുണ്ട്, പിന്നെ ആര്യൻ. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷനായിരുന്നു. എല്ലാവരും പറയും കൊച്ചി ചേർക്കാൻ 23 വയസ്സുകാരൻ, അവൻ അത് രക്ഷയില്ലാത്തൊരു പ്ലെയർ തന്നെയാണ് അവൻ. കാരണം വെച്ചാല് നമ്മള് ടോപ്പ് 5 എത്തുന്ന വിചാരിച്ചൊരു ആൾ തന്നെയാണ് ആര്യൻ. പക്ഷെ വോട്ടിന്റെ ഒരു ഇതില് അത് പെട്ടുപോയി. ആര്യൻ നെവിനാണ് തീർച്ചയായും ആര്യൻ തന്നെ. അക്ബർ കഴിഞ്ഞ നെവിൻ, നെവിൻ കഴിഞ്ഞ ആര്യൻ. അതാ എന്റെ ലിസ്റ്റ്. തീർച്ചയായിട്ടും. കുഞ്ഞിനോ? നെവിൻ, ആര്യൻ. പാപ്പാ അതെന്റെ മോൻ തന്നെയാണ്. അത് ഞാൻ അതന്നെ അഭിപ്രായം. ഒരു മോശമല്ല, നല്ല അവരുടെ എപ്പിസോഡ് കാണുമോ? കാണും, കുറെ കാണും. പിന്നെ ഒനിയിലും കുഴപ്പമില്ല, നല്ല. മോക്ക് ഇഷ്ടപ്പെട്ട നെവിനെ? ഈ കുട്ടികൾക്ക് നെവിൻ ഇഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും? കുറച്ച് ഫണ്ണുണ്ട്, എന്തായിരിക്കും? കോമഡി അല്ലേ? ഏറ്റവും നെവിൻ ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതായിരിക്കും? അല്ലേ, അത് തന്നെ. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഭയങ്കര എഡിറ്റിംഗ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും. അകത്ത് പറയുന്ന പല കാര്യങ്ങളും വെളിയിൽ വരുന്നില്ല. അത് ലൈവില് വരുന്ന പോലല്ല, എപ്പിസോഡായിട്ട്. അതെ, അല്ല ലൈവിലും പലതും വരുന്നില്ല. ഇഷ്ടപ്പെട്ട് ഒരാൾ ബിഗ് ബോസിൽ കയറുന്നു, ഏറ്റവും വെറുത്ത് ഇറങ്ങി വന്നൊരു വ്യക്തി ആരായിരിക്കും? അങ്ങനൊക്കെ ചോദിച്ചപ്പോ അടുത്ത് ഇറങ്ങിയല്ലോ മസ്താനി. അല്ല ഒരു പക്ഷെ അതെന്തായിരിക്കും തോന്നുന്നത്? അത് തോന്നുന്ന മസ്താനി കുറച്ച് ഓവറായി. അതെ, ആള് തന്നെ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ടാണ് മസ്താനി തന്നെ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും തെറ്റായ ഒരു തീരുമാനമായി പോയി ബിഗ് ബോസ് ചൂസ് ചെയ്ത്. ഇതിൽ ഞാൻ കണ്ടുവരുന്ന സത്യമുണ്ട് കേട്ടോ. നെഗറ്റീവായിട്ട് പോയ പോസിറ്റീവായിട്ട് വരാം, പോസിറ്റീവായിട്ട് പോയ കുറച്ച് നെഗറ്റീവായിട്ട് വരാം. തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചില സമയങ്ങളിലൊക്കെ. ഇപ്പൊ എത്ര നമ്മളതിൽ എന്താ പറയാ സത്യസന്ധമായിട്ട് നിന്നാലും
പുറത്തേക്ക് ഒരു 10% മാത്രമായിരിക്കും പോസിറ്റീവായിട്ട് വരുന്നുള്ളൂ. സത്യവാ. ബാക്കി എവിടെ പോകുന്നെന്ന് അറിയില്ല. ഞങ്ങൾ തന്നെ വിചാരിക്കും അക്ബറിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർക്ക് ഇടാൻ പറ്റുന്നതുണ്ടായിരിക്കും. ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവന് ഒരുപാട് ഫണ്ണി ആയിട്ട് ചെയ്യുന്ന ആളാണ്, ഒരുപാട് കൗണ്ടർ പറയുന്ന ആളാണ്. പക്ഷെ ഈ കൗണ്ടറുകൾ അവൻ പറയുന്നുണ്ടെങ്കിലും അതിലുള്ള ആൾക്കാരെ അത് എടുക്കുന്ന രീതി, അത് അവര് ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന രീതി, അത് അതിലാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ വെച്ച പോലെ കുത്തിത്തിരിപ്പ്, പരദൂഷണം, മേശനി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഹെഡ്ലൈൻ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊന്നും അവർക്ക് ആ രീതിക്ക് എടുക്കാൻ അറിയുന്നില്ല. അത് അവരുടെ വ്യൂ പോയിന്റ് ആയിരിക്കും. ഓരോരുത്തരും ഓരോ കാണുന്ന ആളല്ലേ. ഈ പറയുന്നത് തെറ്റാൻ തോന്നിപ്പോകും. അല്ല, അതിലുണ്ടല്ലോ പലരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ മനസ്സിലാക്കി വരുന്നുണ്ടല്ലോ. സ്റ്റേജിലേക്ക് എത്തിയപ്പോ ഓരോരുത്തർ കണ്ടില്ലേ, ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ട് നമുക്ക് അതിൽ കാണാം. കാരണം വെച്ചാല് ശരിയായിരുന്നു, അക്ബർ ആ പറഞ്ഞത് ശരിയായിരുന്നു, അവന്റെ അത് കറക്റ്റ് ആണ് എന്നുള്ള സാധനം ഫൈനൽ ഇതിലേക്ക് വരുമ്പോ പറഞ്ഞു തുടങ്ങി ഓരോരുത്തരും. ഓക്കെ, അക്ബർ ബിഗ് ബോസിൽ കയറി വന്നറിഞ്ഞപ്പോളെ എന്തായാലും ഒത്തിരി സന്തോഷം ഉണ്ടാവും. എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ അക്ബർ ഇത് വേണോ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞിരുന്നു. അത് എന്തായിരിക്കും കണ്ടത് എന്തെന്ന് വെച്ചാല് എല്ലാവർക്കും ഒരുപോലെ. ഇപ്പൊ ഞാൻ സീസൺ 1 മുതൽ കാണുന്ന ആളാണ്, ഹിന്ദി കണ്ടിരുന്ന ആളാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഹിന്ദി കണ്ടിട്ട് അങ്ങനെ എനിക്ക് ഈ ഷോനെ പറ്റി അറിയാം. അടുത്ത സീസണിൽ വരുന്നോ? അപ്പൊ കുറെ ആൾക്കാർ ഇതേപോലെ എല്ലാവർക്കും പോസിറ്റീവായിട്ട് വരുന്നില്ലല്ലോ അതില്. ഞാൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ. അപ്പൊ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് തോട്ടായിരിക്കും. ഞാൻ ചിന്തിച്ച് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ പിന്നെ ഞാൻ അലച്ച് വേണോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മാടും സംസാരിച്ചിരുന്നത് വേണം. അപ്പൊ ഉമ്മ പറഞ്ഞു അവന് അതിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഒക്കെ ഇതുവരെയുള്ള എല്ലാം അവന്റെ ഡിസിഷനാണ്, അവന്റെ സ്വന്തം എഫേർട്ടാണ്. അപ്പോൾ അതുപോലെ ഇതും ഹൈറാകട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറയത്തില്ല കേട്ടോ. നമ്മളാണെങ്കിൽ പോലും ഒന്ന് ചിന്തിക്കും. ഈ ഹിന്ദി ബിഗ് ബോസ് കണ്ടതുകൊണ്ട് ഞാൻ ചോദിക്കുക, ആനയാടുള്ള വ്യത്യാസം ഹിന്ദി മലയാളം ബിഗ് ബോസ് ഉണ്ടോ വ്യത്യാസം? പിന്നല്ല, ഉണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ ആകണമെന്നാണോ പറയുന്നത്? അത് ഹിന്ദി ഭയങ്കര കുറച്ചും കൂടി ഹെവി ടാസ്കുകളാണ്. ഹെവി എന്താ പറയാ, ഫുൾ ഹെവി ആയിട്ടാണ് അതില്. അത്രയൊന്നും ഇതിലില്ല എന്നത് ഞാൻ പറയാറുണ്ട് ഇത് കാണുമ്പോ. ഇപ്പോ ലാൽ സാർ വന്നിട്ട് ഇവരെ ഷൗട്ട് ചെയ്യുക, അതുപോലെ ഇവർക്ക് പണിഷ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയല്ല ഹിന്ദിയില് സാറ് സൽമാൻ സാറ് അങ്ങനെയല്ല. അങ്ങനെ എക്സ്പ്രഷൻ പോലും അത്രയും റൂഡായിട്ട് സാറ് കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോ ഇതൊക്കെ നോക്കുമ്പോ ഭയങ്കര സിമ്പിൾ അല്ലേന്ന് തോന്നും. സാർ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോ സിമ്പിൾ അല്ല. സൽമാൻ സാർ ഒന്നും ഇങ്ങനെ അല്ല ഒട്ടും. ഓരോ സീസണൊക്കെ നമ്മൾ കാണുമ്പോഴോ എവിക്ഷന്റെ ദിവസമൊക്കെ വന്നിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മലയാളം കാണുമ്പോ കുറച്ചൊക്കെ ഒരു അയവുണ്ട് തോന്നും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഓരോ വീക്കിലും ലാലേട്ടൻ വരുമ്പോ കിട്ടുന്ന ഒരു മജയല്ലേ, അത് മലയാളത്തിൽ സന്തോഷം. മോഹൻലാൽ അല്ലേ, നല്ല സന്തോഷം. ഈ ലാലേട്ടൻ വന്നിട്ടേ അക്ബർ എന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? പിന്നെ തീർച്ചയായും ഉപ്പ ഭയങ്കര ഹാപ്പിയാണ് അത് കേൾക്കുമ്പോ. ഭയങ്കര ഹാപ്പിയാണ് ഉപ്പ. എല്ലാവർക്കും ഹാപ്പിയാണ്. പക്ഷെ ഉപ്പാക്ക് ഉപ്പ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ഉപ്പ ആ ഒരു പേര് വിളിക്കണം. വിളിച്ചിട്ടാന്ന് പറയും. ശരിയാ. സൂപ്പർ സ്റ്റാറായ നമ്മുടെ നാട്ടിലെത്തിരി എല്ലാവർക്കും കണ്ണുലുണ്ണിയായ നമ്മുടെ മോഹൻലാൽ. അത്രേ ഉള്ളൂ. ശരിക്കും ഞാൻ തന്നെ ഇപ്പൊ അക്ബറിനെ അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ ഇരുന്ന് കേൾക്കുമ്പോ ആ വിളി കേൾക്കാൻ എന്ത് രസമല്ലേ. അക്ബർ എന്താ പറയാനുള്ളൂ, അത് കിട്ടുന്ന ഒരു. ഞങ്ങളിങ്ങനെ കാണുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോ ഞങ്ങൾ പറയാറുണ്ട്, ഏതൊരു ഇൻസിഡന്റിന്റെ ആയാലും അതിന്റെ ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അക്ബറിനോട് ചോദിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുറമേ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഏതൊരു ഇൻസിഡൻസ് ആണെങ്കിലും അത് അക്ബറിന്റെ വിഷയം ആണെങ്കിലും അവതരിപ്പിക്കാനേ അതില് അവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മള് ഇത്ര നാൾ കണ്ടിട്ട് അതില് വേറൊരാൾക്കും അങ്ങനത്തെ ഒരു ക്വാളിറ്റി നമ്മള് കണ്ടിട്ടില്ല. അത്ര പെർഫെക്ഷൻ ആയിട്ട് അത് ലാലേട്ടന്റെ മുന്നിൽ അവതരിപ്പിക്കാം. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ അവനോട് തന്നെ ചോദിക്കുന്നത്, അക്ബർ അത് എന്താണ് അതിനെ പറ്റി അഭിപ്രായം, ക്ലിയർ ആയിട്ട് ആ ഒരു ഒറ്റ അഭിപ്രായത്തില് എല്ലാവർക്കും മനസ്സിലാവും. അതെ, നമുക്ക് തന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് അവനോട് ലാലേട്ടൻ അത് ചോദിക്കണെന്നുള്ളത്. കാരണം അവൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് കൊടുക്കുന്നുള്ളത് ലാലേട്ടൻ അറിയാം. അതായത് അതുകൊണ്ട് അവനോട് ചോദിക്കണ്ടായിരിക്കാം. ഓക്കെ, ഈ ബിഗ് ബോസ്
വാപ്പ കാണാൻ തുടങ്ങിയ സമയത്ത് ലാലേട്ടൻ അക്ബറിന്ന് വിളിക്കുമ്പോഴും ഇന്നലെ സാവുമാൻ അക്ബർ ജയിക്കുമെന്ന് പറയുമ്പോഴും ഉപ്പയുടെ മുഖത്ത് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടോ? പിന്നല്ല സന്തോഷം ഞാൻ തന്നെ ഉപ്പയുടെ ഇടക്കിടക്ക് നോക്കും. അപ്പൊ ഉപ്പ ഭയങ്കര ചെയ്തിട്ട് ഉപ്പ ഇടക്കിടക്ക് എപ്പിസോഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയി കുറച്ച് പിന്നെ ആഡ് വരുന്നു എന്നാലും ഉപ്പ പറയും എന്നാലും അവൻ അത് പറഞ്ഞില്ലേ, അത് നമ്മളെ അക്ബറിനുള്ളത് തന്നെ കപ്പ്, അത് തന്നെ ഉപ്പ പറഞ്ഞിട്ടിരിക്കും. ഉപ്പ ഭയങ്കര ഹാപ്പി ഉണ്ടാവും കേട്ടപ്പോ. പക്ഷെ അതിനുള്ളിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അവൻ. എല്ലാത്തിനും അതായത് അവിടെ ഞാൻ സാവുമാനിൽ കണ്ടൊരു ഗെയിം ഉണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഇവനെയൊക്കെ ആര് കാര്യം ബിഗ് ബോസ് കയറ്റുമോ, ബിഗ് ബോസ് മെറ്റീരിയൽ ഇല്ല. പക്ഷെ ഇന്നലെ അവൻ ലാലേട്ടന് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അകത്ത് വെച്ച് പറയണമെന്നുണ്ടായിരുന്നു, പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയാൻ പറ്റിയ പ്ലേസ്. അതായത് അപ്പൊ ഓർത്തോണം, സാവുമാൻ എന്ന് പറയുന്ന വ്യക്തി അത്രയും ആൾക്കാരെ ജഡ്ജ് ചെയ്തു. അതും അതിനകത്ത് ഈ പറയുന്ന അക്ബറുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. എന്നിട്ടും സാവുമാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ഒന്നിറങ്ങി ചിന്തിക്കേണ്ട ഒരു കാര്യമാ. ഈ 16 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കും നാളെ കപ്പടിക്കാൻ പറ്റുമോ? എന്റെ ഒരു ചോദ്യം കേട്ടോ. നാളെ ഞാൻ 20 ലക്ഷം കൊടുക്കുക, എനിക്ക് കപ്പടിക്കാൻ പറ്റില്ല? ഒരിക്കലും ഇല്ല. നിങ്ങൾ എന്താണോ അതിൽ കൊടുക്കുന്ന, അതിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പൊ ഞാൻ ഫുൾ ടൈം കരഞ്ഞാലോ? ഞാൻ ഒരു പാവയും പിടിച്ച് ഞാൻ ഫുൾ ടൈം കരഞ്ഞാൽ എന്തായിരിക്കും, കപ്പ് കിട്ടുമോ? അല്ല, പലപ്പോഴും എന്റെ ഒരു ചിന്തയാ. ലാൽ സാർ തന്നെ പറയുന്നുണ്ട്, എല്ലാ എവിക്ഷൻ ദിവസം വരുമ്പോഴും ലാൽ സാർ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിക്ക് വോട്ട് കൊടുക്കുക, നല്ല ഒരു പ്ലെയർക്ക് വോട്ട് കൊടുക്കുക, എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി നിങ്ങളൊരു വോട്ട് കൊടുക്കുക. പക്ഷെ ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല വോട്ട് പോകുന്നത്, അങ്ങനെയല്ല. അവിടെ നല്ല ഒരു വ്യക്തി അതുപോലെ നല്ലൊരു ഗെയിമർ എന്ന രീതിക്കല്ല വോട്ട് പോകുന്നത്. മുമ്പേ ആ ഒരു ഇഷ്ടം എന്നുള്ള രീതിക്ക് ഒരുപാട് വോട്ട് അങ്ങനെ പോകുന്നു. അപ്പോഴും ആ ഇഷ്ടം ബിഗ് ബോസിൽ ഒരിക്കലും കാണിക്കല്ലേ. സീരിയലിൽ ചെയ്തിട്ടുള്ള ഇഷ്ടം സീരിയലിലായിരിക്കണം. ഇതിലിപ്പോ ഞാൻ കാണുന്നത് വലിയൊരു ഫാൻസ് ഗ്രൂപ്പ് ഗെയിമിനെ അല്ല കാണുന്നത്, വ്യക്തിയെ കാണുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചേ, ഈ കരച്ചിലും ഈ പാവക്കുട്ടി അക്ബർ പിടിച്ചെങ്കില് ആരെയും വില വെക്കുവോ? പാത്രത്തിന്റെ ആഹാരത്തിന്റെ ആണെങ്കിൽ നിങ്ങൾ കണ്ടായിരുന്നു എപ്പിസോഡ്. അതായത് അവരുണ്ടാക്കിയ ഫുഡ് കുറച്ച് അധികം വന്നു, പാത്രം കൊണ്ട് ലാലേട്ടനെ കാണിക്കുന്നു, കൊടുത്ത നാണയത്തിന് തിരിച്ചു കൊടുത്തു. അത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം അവനെ അത് അങ്ങനെയാണെങ്കിൽ അവനക്ക് അത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് അത് ചെയ്യാമായിരുന്നു. പക്ഷെ അതുപോലും അവൻ അതില് ചെയ്തിട്ടില്ല. കാരണം അവളുള്ള കാര്യം അവളോട് അപ്പൊ തന്നെ പറഞ്ഞു. കാരണം കഴിഞ്ഞ ആ വീക്കില് ഉണ്ടായ സംഭവം നീ കൊടുന്നു വെച്ച ഈ ഇതന്നെയല്ലേ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്, അതിനൊന്നും അവർക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാല് അത് അവർക്കറിയാം അവർ തെറ്റ് അവരേക്ക് വന്നു എന്നുള്ളത്. എല്ലാവരുടെ മനസ്സിൽ ഇന്ന് അക്ബർ വില്ലനാ. തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ അതാണ് ആ ഒരു രീതിക്ക് പോകുന്നത്. പക്ഷെ അവനക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ പുറത്തായാലും ഉള്ളിലായാലും വില്ലൻ തന്നെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഞാനാണ് ഈ സീസണിലെ വില്ലൻ എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് അതില് അവൻ ആ വില്ലൻ എന്നുള്ള റോള് അടിപൊളി ചെയ്യട്ടെ. ഇത്രയും അക്ബറിനെ അല്ലെങ്കിൽ നമ്മുടെ അക്കുവിനെ സ്നേഹിച്ച പ്രേക്ഷകരോട് ഓരോന്നായിട്ട് പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാല് ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചാല് അവനെ ശരിക്കും പറഞ്ഞാല് ഈ സരിഗമപ്പ എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് അവനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ അവന് ബിഗ് ബോസിൽ വന്നു, ഒരുപാട് മലയാളികൾ അവനെ അറിയപ്പെട്ടു. ഇപ്പോ അതായത് നമ്മളെ കേരളത്തിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ഒരുപാട് മലയാളികൾ അവനെ ഈ ഇതില് ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ അവനെ അറിയപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പ്രേക്ഷകരായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യുക. ഇതൂടെ പറ, അക്കുവിന്റെ സ്വന്തം ചേട്ടൻ. അടിപൊളി. അടുത്ത പ്രേക്ഷകരോട് അക്ബർ ഇതുവരെ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ ഗെയിംപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അവ ഇതുവരെ എല്ലാ കാര്യത്തിലും അവൻ അവിടെ ഈ ഓരോ വ്യക്തികളോടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ്. അത് വിഷമങ്ങളായാലും അത് സത്യമാണ്, അതിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ല. അക്ബറിന്റെ സ്വന്തം വാപ്പ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും എല്ലാവരോടും നേർന്നുകൊണ്ട് താങ്ക് യു.